കേരള സർവകലാശാലയിൽ ഇന്ന് നടന്ന ഗവർണർ പങ്കെടുത്ത പരിപാടിയിൽ നിയമ നടപടിക്കൊരുങ്ങുകയാണ് കേരള സർവകലാശാല. പരിപാടിയിൽ സംഘർഷമുണ്ടായ സാഹചര്യത്തിൽ അവിടെ നാശനഷ്ടം വിലയിരുത്തി അത് സംബന്ധിച്ച് പരാതി നൽകാനാണ് കേരള സർവകലാശാല ഉദ്ദേശിക്കുന്നത്. എസ് ഷീജ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ഷീജ, മോഹനൻ കുന്നുമ്മലിന്റെ നേതൃത്വത്തിൽ തന്നെയാണ് അത്തരത്തിലൊരു പരിപാടി അവിടെ സംഘടിപ്പിച്ചതും. കാവിക്കൊടി ഏന്തിയ വനിതയുടെ ചിത്രം അത് അവിടെ ആ പരിപാടിയിൽ കൊണ്ട് സ്ഥാപിക്കാനുള്ള അനുവാദം നൽകിയത്, മൗനാനുവാദം നൽകിയത് മോഹൻ കുന്നുമ്മൽ തന്നെയാണ്. അത്തരത്തിലൊരു സംഘർഷത്തിന് നേരത്തെ തന്നെ കാലക്കൂട്ടി വഴി വെച്ചിട്ട് ഇപ്പോൾ ഒരു നിയമ നടപടിയിലേക്ക് കടക്കുന്നതിന് പിന്നിൽ ഉദ്ദേശം എന്താണ്? കേരള സർവകലാശാലയുടെ സർവകലാശാല കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തമാക്കിയിരുന്നു. കാരണം RSS ഭാരതാംബ ചിത്രം വെച്ചുകൊണ്ട് ഈ പരിപാടി നടത്താൻ സാധിക്കുകയില്ല എന്നുള്ള കാര്യം നേരത്തെ തന്നെ കേരള സർവകലാശാലയുടെ രജിസ്ട്രാർ ആ വേദിയിലെത്തി കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തമാക്കിയിരുന്നു. തുടർന്നാണ് അടിയന്തര സിൻഡിക്കേറ്റ് അടക്കം ചേർന്നുകൊണ്ട് മറ്റു നടപടികളിലേക്ക് കടന്നത്. പക്ഷേ ഇതിൽ കേരള സർവകലാശാല വൈസ് ചാൻസലർ അല്ല, നേരിട്ട് ഗവർണർ തന്നെയാണ് വിഷയത്തിൽ ഇടപെട്ടത്. രജിസ്ട്രാർക്ക് നിർദ്ദേശം നൽകി ഈ പരിപാടിയിൽ പങ്കെടുക്കുവാൻ വേണ്ടി താൻ എത്തുന്നു എന്നുള്ള കാര്യം, ഇവിടെ ഒരു ക്രമസമാധാന പ്രശ്നമുണ്ട് എന്നുള്ളത് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഗവർണറുടെ താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അദ്ദേഹം ആ പരിപാടിയിൽ, അതായത് ശ്രീ പത്മനാഭ സേവാ സമിതി എന്ന് പറയുന്ന സ്വകാര്യ സംഘടന സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി എത്തിയത്. അതേ തുടർന്നാണ് സ്ഥിതിഗതികൾ മോശമാവുകയും അവിടെ SFI വലിയ തോതിലുള്ള പ്രതിഷേധം ഉയർത്തുകയും സംഘർഷത്തിലേക്കടക്കം കാര്യങ്ങൾ നീങ്ങുകയും ചെയ്തത്. എന്തായാലും ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ കേരള സർവകലാശാല തുടർ നടപടികളിലേക്ക് കടക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം നിയമ നടപടി സംബന്ധിച്ചാണ്. ഈ ഒരു പരിപാടി നടത്തിയതിനെ തുടർന്ന് അവിടെ സംഘർഷം ഉണ്ടായി. ഈ ഒരു സംഘർഷം ഉണ്ടായ പശ്ചാത്തലത്തിൽ ഇതേക്കുറിച്ച് പരിശോധിക്കാൻ, അന്വേഷിക്കാൻ, സമഗ്രമായ പരിശോധന നടത്താനാണ് നിയമ നടപടി, അത് DGPക്ക് പരാതി നൽകാനാണ് നിലവിൽ ഇപ്പോൾ കേരള സർവകലാശാല തീരുമാനിച്ചിരിക്കുന്നത്. അതിനൊപ്പം തന്നെ ഈ പരിപാടി നടത്തിയതിനെ തുടർന്ന് വലിയ തോതിലുള്ള നാശനഷ്ടം അവിടെ ഉണ്ടായിട്ടുണ്ട്. കേരള സർവകലാശാലയുടെ സെനറ്റ് ഹാളിലാണ് പരിപാടി നടന്നത്. അതേ തുടർന്ന് അവിടെ വലിയ തോതിലുള്ള നാശനഷ്ടം ഉണ്ടായ പശ്ചാത്തലത്തിൽ ഈ നാശനഷ്ടം ഈ പരിപാടി ആരാണോ അവിടെ സംഘടിപ്പിച്ചത് ആ വ്യക്തികളിൽ നിന്ന് തന്നെ ഈടാക്കാനാണ് നിലവിൽ കേരള സർവകലാശാല തീരുമാനിച്ചിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് നാശനഷ്ടം വിലയിരുത്തുവാൻ വേണ്ടി സർവകലാശാലയുടെ എഞ്ചിനീയർക്ക് നിലവിൽ രജിസ്ട്രാർ നിർദ്ദേശം നൽകി കഴിഞ്ഞിട്ടുണ്ട്. രാവിലെ തന്നെ ഇതിന്റെ നാശനഷ്ടം വിലയിരുത്തും. തുടർന്ന് അവരിൽ നിന്ന് ഈടാക്കാൻ വേണ്ടിയിട്ടുള്ള നോട്ടീസ് അടക്കം നൽകി അതിൽ തുടർ നടപടി സ്വീകരിച്ച് മുന്നോട്ട് പോകാനാണ് നിലവിൽ ഇപ്പോൾ കേരള സർവകലാശാല തീരുമാനിച്ചിരിക്കുന്നത്. രജിസ്ട്രാർ ഇത് സംബന്ധിച്ചുള്ള നിർദ്ദേശം താഴെത്തട്ടിലേക്ക് ഇതിനകം തന്നെ നൽകി കഴിഞ്ഞിട്ടുണ്ട്. വിനിഷ. ശരി, ഏതായാലും കേരള സർവകലാശാലയിൽ ഗവർണർ പങ്കെടുത്ത പരിപാടിയിൽ നിയമ നടപടിക്കൊരുങ്ങുകയാണ് കേരള സർവകലാശാല. പരിപാടിയിൽ സംഘർഷമുണ്ടായ സാഹചര്യത്തിൽ നാശനഷ്ടമുണ്ടായി എന്ന DGPക്ക് പരാതി നൽകാൻ ഒരുങ്ങുന്നു. ശ്രീ പത്മനാഭ സേവാ സമിതിയുടെ പരിപാടിയായിരുന്നു ഇന്നലെ കേരള സർവകലാശാലയിൽ നടന്നത്. ആ പരിപാടിയിൽ സംഘർഷം ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ കേരള സർവകലാശാല രജിസ്ട്രാർ നേരത്തെ തന്നെ ഗവർണറെ അറിയിച്ചിരുന്നു. പക്ഷേ ഗവർണർ സ്വന്തം താല്പര്യാർത്ഥം തന്നെയാണ് ആ പരിപാടിയിൽ പങ്കെടുത്തത്. ശേഷം ഉണ്ടായ അക്രമ സംഘർഷ അവസ്ഥകൾക്കൊക്കെ ശേഷം ഉണ്ടായ ഈ നാശനഷ്ടങ്ങൾക്കാണ് ഇപ്പോൾ കേരള സർവകലാശാല നടപടിക്ക് ഒരുങ്ങുന്നത്.